നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എന്നാൽ അതനുസരിച്ച് കുറച്ച് ദോഷഫലങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ എന്നാൽ പോലും വലിയ കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യതയുമില്ല. കാരണം എന്താ വെച്ചെന്നാൽ ഭാഗ്യസ്ഥാനത്ത് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഭാഗ്യാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ യോഗമുള്ള സമയമാണ്. ബുധശുക്ര യോഗം എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാധിപതിയോട് ചേർന്നാണ് എന്നൊരു ഗുണമുണ്ട്. അതേപോലെ തന്നെ ചൊവ്വയും സൂര്യനും കേതുവും ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് പോയിട്ട് നിൽക്കുന്ന ശനി 5ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനും അലസത കൂടാനും സാധ്യതയുണ്ട്. അത് അവനവൻ്റെ ശ്രദ്ധക്കുറവും അലസതയും അവനവന് ശത്രുതയായി വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബാധാസ്ഥാനത്താണ് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത്. അത് കാരണം ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടി ഉള്ള സമയമാണ്. അപ്പോൾ അത് കാരണം ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുകയും ആ ടെൻഷൻ കാരണം കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ ചിലപ്പോൾ കുറഞ്ഞു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യണം. ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യണം. നാഗപൂജ ചെയ്യണം. 5ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അതേപോലെ തന്നെ ബാധാസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കേതു ഇഷ്ടസ്ഥാനമാണെങ്കിൽ പോലും ബാധാസ്ഥാനമായതുകൊണ്ട് ആ കേതു നിൽക്കുന്ന രാശിയിലെ അധിപതി ബാധകാധിപതി 3ലുമാണ്. അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ സംസാരം പെരുമാറ്റം ഇതൊന്നും നമുക്കത്ര അനുകൂലമായിട്ട് ഈ സമയത്ത് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഭാവാധിപതിക്ക് ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. 3ാം ഭാവാധിപതി 3ലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണം കൂടിയുള്ള കാരണം വലിയ ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല. അനുകൂലമായ ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗമുള്ളത്. അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന നേരം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാലും ഭാര്യയ്ക്ക് ദേഷ്യം, എടുത്തുചേട്ടം, തലവേദന പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ മേജറായിട്ടുള്ള വലിയ ദോഷങ്ങളൊന്നും അനുഭവിക്കാൻ ഈ സമയത്ത് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുകയും തൊഴിലിൽ സ്റ്റേബിളായിട്ട് വർക്ക് എടുക്കാനും അതനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ്. 2ാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യാധിപതിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കാനും ഏകാഗ്രതയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും അഡ്മിഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ തടസ്സമില്ലാതെ ഈ മാസത്തിലാണെങ്കിൽ നിയമനം ഇത് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമാണ്, തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഗവൺമെൻറ്റിൻ്റെ കാരകനായിരിക്കുന്ന സൂര്യനാണ്, സർവേശ്വരകാരകനാണ് വ്യാഴം. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു ലഗ്നാധിപതിയോട് ചേർന്ന്. പിന്നെ അവനവൻ്റെ കുറച്ച് എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ ഈ മാസം നല്ല ഗുണം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.